ജോലി വാഗ്ദാനം നൽകി ദളിത് യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വി വത്സനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. കെപിസിസി നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഡിസിസി പ്രസിഡന്റ് എ തങ്കപ്പനാണ് നടപടി പ്രഖ്യാപിച്ചത്. സംഭവത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രശോഭ് കൗൺസിലർ സ്ഥാനം അടിയന്തരമായി രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രശോഭിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാനെത്തിയ താനുമായി സൗഹൃദം സ്ഥാപിച്ച പ്രശോഭ് കാറിലും ഹോട്ടലിലും എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. പീഡനത്തെ തുടർന്ന് താൻ ഗർഭിണിയാണെന്നും വിവരം പറഞ്ഞപ്പോൾ ഗർഭഛിത്തം നടത്താൻ നിർബന്ധിച്ചതായും പരാതിയിൽ വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അടുത്ത അനുയായിയായാണ് പ്രശോഭ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. ഉന്നത നേതാക്കളുമായുള്ള സ്വാധീനം കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയതായും യുവതി ആരോപിച്ചിരുന്നു. ഈ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് 7 കോൺഗ്രസ് ഭാരവാഹികൾ നേരത്തെ രാജിവെച്ചിരുന്നു. അന്നുയർന്ന ആഭ്യന്തര കലഹങ്ങൾ ഇപ്പോൾ ഗുരുതരമായ ക്രിമിനൽ ആരോപണത്തിലേക്ക് എത്തിയത് പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുകയാണ്. കേസിൽ അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനൊപ്പം ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കും. താൻ പീഡന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെന്ന് യുവതി വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ഡിജിറ്റൽ തെളിവുകളും കേസിൽ നിർണായകമാകും. അതേസമയം കേസിലെ പ്രതിയായ പ്രശോഭ് നിലവിൽ ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന അതിർത്തികൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെയും തിരച്ചിൽ ഊർജിതമാക്കിയതായി കുന്നത്തൂർമേട് നോർത്ത് പോലീസ് അറിയിച്ചു. സംഭവം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ ആയുധമാക്കാനാണ് LDFും NDAയും ഒരുങ്ങുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണിത്. ഇതാണോ കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി NMR റസാഖ് ചോദിച്ചു. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. പാലക്കാട് ഒരു മാങ്കൂട്ടത്തിലല്ല, പല മാങ്കൂട്ടങ്ങൾ ഉണ്ടെന്നതിന്റെ തെളിവാണിത്. കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ SP ഓഫീസിന് മുന്നിൽ സമരം ചെയ്യും. കുറ്റവാളിയെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഈ നടപടി ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്നും മറ്റു പാർട്ടികളും ഇത്തരം മാതൃക കാണിക്കണമെന്നും കോൺഗ്രസ് തിരിച്ചടിച്ചു. ഇതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാകുമെന്ന് കരുതുന്നില്ലെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞു.